സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാ. സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം, തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇതു സ്വീകാര്യമായൊരു സമയം, ഇതു സ്വർഗീയ സുന്ദര നിമിഷം. സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാ. സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം, തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇതു സ്വീകാര്യമായൊരു സമയം, ഇതു സ്വർഗീയ സുന്ദര നിമിഷം. ഇതു സ്വീകാര്യമായൊരു സമയം, ഇതു സ്വർഗീയ സുന്ദര നിമിഷം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, കർത്താവായ യേശുനാഥൻ പിതാവായ ദൈവത്തോട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ശിഷ്യന്മാരാരോടെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവർക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരാരോടെല്ലാം ഇടപെടുന്നോ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹ സുവിശേഷമായി തീരുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മൾ ഈ ബലി അർപ്പിക്കാൻ യോഗ്യരായി തീരുവാൻ നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപങ്ങൾ വന്നുപോയെങ്കിൽ മാപ്പപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, കൊറോണ രോഗികളെ എല്ലാവരെയും ഓർക്കാം. അവർക്കെല്ലാം സൗഖ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഡോക്ടേഴ്സിനെയും സ്റ്റാഫ് നേഴ്സ്, പാരാമെഡിക്കൽ എല്ലാ അധികാരികളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് ലോകം മുഴുവൻ എല്ലാ ജനങ്ങൾക്കും സൗഖ്യം നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധമായ ബലി ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്യം യാചിച്ചുകൊണ്ട് നമുക്ക് അർപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിന് നിയമം അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ. വിശുദ്ധ പിതാവിന്റെ മാതൃകയാലും മധ്യസ്ഥയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും കാരുണ്യവറും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 20-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് പൗലോസ് എഫേസസ് സഭയിലെ പ്രമാണികളോട് പറഞ്ഞു, നിങ്ങളെയും അഞ്ചഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപ്പകൽ കണ്ണീരോടുകൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും വരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എന്നോടുകൂടെ ഇരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. ഇത് പറഞ്ഞതിനു ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു ഗാഢമായി ചുംബിച്ചു. ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം അവർ കപ്പലിൻ്റെ അടുത്ത് വരെ അവനെ അനുയാത്ര ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. കർത്താവിന് കീർത്തനം പാടുവിൻ. ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ. അതാ അവിടുന്ന് തൻ്റെ ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്. അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനമാണ് സത്യം. ഞങ്ങളെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരെല്ലാവരും നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിനല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്നും അവരെ അവിടെ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്മാരിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിന് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവായ യേശുനാഥൻ പിതാവിനോട് ഒത്തിരിയേറെ വാത്സല്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവം ഈശോയ്ക്ക് നൽകിയ ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ എന്ന് പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ ആരോടെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നു ആ ജനത്തിന് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവം ആരോടെല്ലാം നമ്മൾ ഇടപെടുന്നു അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ, അവരെ വിശുദ്ധീകരിക്കുവാൻ, എല്ലാ പാപങ്ങളും മോചിക്കുവാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിലെ മോശ എന്ന വലിയ നായകൻ, ദൈവം തിരഞ്ഞെടുത്തവൻ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അമോന്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുവാൻ വേണ്ടി അദ്ദേഹം മലയുടെ മുകളിൽ പോയി 2 കരങ്ങൾ ഉയർത്തി ഇസ്രായേൽ ജനതയെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മോശ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു. പരിശുദ്ധ മാതാവ് പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി അവരൊപ്പമിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ശിഷ്യന്മാർക്കെല്ലാം ധൈര്യമായി പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി അനുഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. കൂടാതെ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെല്ലാം ഈശോയുടെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തോട് നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ സഭയും ജനങ്ങളും ഒന്നായിരിക്കണം. ഒന്നായിരിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. അപ്പം നമ്മളെല്ലാവരും സ്നേഹത്തിൽ നിറഞ്ഞവരായിരിക്കുക. ഭിന്നതകളോ കലഹങ്ങളോ അകൽച്ചകളോ ഇല്ലാതെ സ്നേഹത്താൽ ഒന്നായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ, ഈ ബലിവേദി പ്രണയുന്നു ഞങ്ങൾ. കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ, ഈ ബലിവേദി പ്രണയുന്നു ഞങ്ങൾ. പൂക്കാലം നിറയെ
പുതുപൂക്കളും കണ്ണീർ കണങ്ങളും നെടുവീർപ്പുമാ പൂക്കാലം നിറയെ പുതുപൂക്കളും കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദിയിൽ അണയുന്നു ഞങ്ങൾ കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദിയിൽ അണയുന്നു ഞങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയാഘോഷിച്ചുകൊണ്ട് അങ്ങേ നന്മയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കടാക്ഷിക്കണമേ. പരിശുദ്ധമായ ബലിയർപ്പണം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എന്നേരവും വിശിഷ്യ പിതാവിൻ്റെ സ്വർഗീയമായ സുദിനത്തിൽ അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയത് നീതിമാനും വിശുദ്ധനും വിശ്വസ്തനും വിവേകിയുമായ വിശുദ്ധ പിതാവിനെ തന്നെ അങ്ങേ തിരുക്കുടുംബത്തിന്റെ നാഥനായി അങ്ങ് അവരോധിച്ചുവല്ലോ. ആകയാൽ ആമോദ വായിപ്പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചു വീടുന്ന താഴ്മയോ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
നിറഞ്ഞു മഹിയും പിണ്ടലവും കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചും മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ എന്ന്
താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയോടും മറ്റെല്ലാ മെത്രാന്മാർ, വൈദികരും സന്യാസികളുമൊത്ത സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാനത്തിൽ മരണമടഞ്ഞ എല്ലാവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും സർവത്രിക സഭയുടെ മധ്യസ്ഥനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുമെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം ബുദ്ധമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചൊളിയാലും എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവീരൻ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുസ്വരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം സർവശക്തനായ കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ സന്തുഷ്ടനായി ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിന് സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങൾ അനുവർത്തിച്ച് ശാശ്വതമായ ശാന്തിയുടെ ഫലം സദാ സ്വീകരിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. രാജകന്യ ധന്യ